നിങ്ങളുടെ ഫോണ് ഇന്ന് എത്ര തവണ ചെക്ക് ചെയ്തിട്ടുണ്ടാവും? അതിൽ എത്ര തവണ അതൊരു നെസസറി ആയിരുന്നു? ഈ ഫോൺ നോക്കാനുള്ള നമ്മുടെ ടെൻഡൻസി എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് അല്ല, മറിച്ച് അതിന് പിറകിൽ ഒരു സൈക്കോളജി ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ബ്രെയിനിന്റെ ഡോപ്പമിൻ റിവാർഡ് സിസ്റ്റത്തിന്റെ ബേസിസിലാണ്. ഡോപ്പമിൻ എന്താന്ന് നമുക്കറിയാം, നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, വിച്ച് ഈസ് അസോസിയേറ്റഡ് ഫോർ പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. സോ നമ്മുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുമ്പോൾ, ലൈക്ക് ഉണ്ടാവുമ്പോൾ നമ്മുടെ ബ്രെയിന് ചെറിയ രീതിയിലുള്ളൊരു ഡോപ്പാമിൻ റിലീസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ചെറിയൊരു ട്രിക്ക് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ തവണ ഫോൺ നോക്കുന്ന സമയത്തും നമുക്ക് റിവാർഡ് ലഭിക്കുന്നുണ്ടോ? ഇല്ല. അതായത് നമ്മൾ ഓരോ തവണ ഒരു നോട്ടിഫിക്കേഷൻ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നോക്കുന്ന സമയത്തോ ചിലപ്പോൾ അതിലൊന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് ആവശ്യമില്ലാത്തൊരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മുന്നേ ഇട്ടൊരു പോസ്റ്റിന് സേവ്, ലൈക്ക് ഓർ കമന്റ് തന്നെ ആയിരിക്കാം റിമെയിൻ ചെയ്തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർമിറ്റന്റ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇന്റർമിറ്റന്റ് റെയിൻഫോഴ്സ്മെന്റിന്റെ ബേസിസിൽ നമ്മൾ പറയുകയാണെങ്കിൽ, അൺപ്രഡിക്റ്റബിൾ റിവാർഡ്സ് ആർ ദ സ്ട്രോങ്ങസ്റ്റ് വേ ടു ക്രിയേറ്റ് ഹാബിറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതേ സൈക്കോളജി തന്നെയാണ് നമ്മൾ ഗെയിമിങ്ങിനും അല്ലെങ്കിൽ തന്നെ ഗാംബ്ലിങ്ങിന്റെ അഡിക്ഷനിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫീഡ് നമ്മളെപ്പോഴും റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെപ്പോഴും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെപ്പോഴും നമ്മുടെ ഫോൺ കൂടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് സെൽഫ് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല, നമ്മൾ ബ്രെയിനെ ചെറിയ ചെറിയ റിവാർഡുകൾ ഇഷ്ടപ്പെടുന്നതും കൂടി കൊണ്ടാണ്. സോ ഇതാണ് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതിന്റെ ബിഹൈൻഡ് സൈക്കോളജി എന്ന് പറയുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സെൽഫ് എസ്റ്റീം, അതുപോലെ തന്നെ നമ്മുടെ ആൻസൈറ്റി, ഇതിനൊക്കെ ഇത് എഫക്റ്റ് ആവുന്നതിനെ പറ്റിയിട്ടാണ്. സോ താങ്ക് യു.